നമസ്കാരം. യൂട്യൂബിൽ കുറച്ചധികം പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറേയധികം ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ഡ്യുവൽ സ്ട്രീം. അതായത് നമ്മൾ ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈവ് സ്ട്രീം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഹൊറിസോണ്ടൽ ചെയ്യുന്ന ലൈവ് സ്ട്രീം യൂട്യൂബിന്റെ ഷോർട്ട് സെക്ഷനിലേക്ക് വെർട്ടിക്കലായിട്ട് യൂട്യൂബിനെ കയറ്റിവിടും. അതായത് നമ്മൾ ഈ ഫോർമാറ്റിൽ ചെയ്യുന്ന ലൈവ് സെഷൻസ് ഒക്കെ ഈ ഫോർമാറ്റിലേക്ക് യൂട്യൂബ് തന്നെ മാറ്റി തരും. ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ചാനലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ YT സ്റ്റുഡിയോയിൽ നിന്ന് ഡ്യുവൽ സ്ട്രീം എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബ് തന്നെ വെർട്ടിക്കൽ ആക്കിക്കൊണ്ട് ഷോർട്ട് ഫീഡിലൊക്കെ വിട്ടോളും. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മൾ മുമ്പൊക്കെ സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊന്നും അത്ര ഹൈ റെസൊല്യൂഷൻ വീഡിയോകളായിരിക്കത്തില്ല. ചിലരുടെ 720p ആയിരിക്കും, ചിലരുടെ 480p ആയിരിക്കും, 144p ആയിരിക്കും. അതായത് ഏറ്റവും കുറഞ്ഞ റെസൊല്യൂഷനിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ യൂട്യൂബ് തന്നെ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കും കാണിക്കും. അതായത് 144p തൊട്ട് 480p വരെയുള്ള വീഡിയോകളുണ്ടല്ലോ, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ യൂട്യൂബ് തന്നെ എൻഹാൻസ് ചെയ്ത് 1080p ആക്കിയായിരിക്കും ഇനിയും കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം പണ്ട് അപ്ലോഡ് ചെയ്ത് ഇത് വേണ്ട, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് പറഞ്ഞൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള ചില വീഡിയോകൾ നമ്മുടെ ചാനലിൽ കാണുമല്ലോ. അതൊന്നും ഇനി കളയേണ്ട കാര്യമില്ല. യൂട്യൂബ് അത് എൻഹാൻസ് ചെയ്തായിരിക്കും അത് പ്ലേ ചെയ്യുന്നവരുടെ മുമ്പിലേക്ക് ഇനി അത് എത്തിക്കാനായിട്ട് പോകുന്നത്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ്. വെച്ചിട്ട് യൂട്യൂബിന് എന്തൊക്കെ കാണിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് യൂട്യൂബ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബ് തമ്പനയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റി ലിമിറ്റ് ഉണ്ട്. 2MB മാത്രമേ നമുക്ക് മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഈ 2MB ഉള്ള തമ്പനയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വലിയ സ്ക്രീനിലൊക്കെ യൂട്യൂബ് പ്ലേ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ടിവിയിലൊക്കെ പ്ലേ ചെയ്യുന്നവർക്ക് ഈ തമ്പനയിൽ വളരെ മോശമായിട്ടായിരിക്കും കാണാൻ പറ്റുക. അതായത് ആ ക്വാളിറ്റി അതിന്റെ ആ തമ്പനയിൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബ് തമ്പനയിലിന്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരികയാണ്. 50MB വരെയുള്ള സൈസ് ഉള്ള തമ്പനയിൽ ഇമേജുകൾ ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കത്തില്ല. അപ്പം ഒരു 4K ടിവിയിലൊക്കെ വലിയ സ്ക്രീനിൽ കാണുന്ന സമയത്തും തമ്പനയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ളത് കൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ ക്ലിക്ക് വരാനൊക്കെയുള്ള സാധ്യത വർദ്ധിക്കുക, അതിലൂടെ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ടിവിയിൽ നിന്നൊക്കെ ആളുകൾ നമ്മുടെ വീഡിയോകൾ കാണുകയും അതിൽ അഡ്വർടൈസ്മെന്റ് വരികയൊക്കെ ചെയ്യുമ്പോൾ ടിവിയിൽ അഡ്വർടൈസ്മെന്റിന് കുറച്ച് അധികം ഏണിങ്സ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ക്ലിക്കബിൾ ആയിട്ടുള്ള തമ്പനെയിൽസ് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ടിവിയിൽ നിന്ന് ഒക്കെയുള്ള വലിയ സ്ക്രീനുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് സാധിക്കും. നാലാമത്തെ അപ്ഡേറ്റ്, നമ്മളുടെ ചാനലിലുള്ള പെയ്ഡ് വ്യൂവും ഓർഗാനിക് വ്യൂവും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനിയും മെട്രിക് സെക്ഷനിൽ അറിയാൻ സാധിക്കും. അതായത് അനലറ്റിക്സിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പം മിക്ക ആളുകളും ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രൊമോഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രൊമോഷന്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ബ്രാൻഡുകൾ തന്നെ ഗൂഗിൾ ആഡ്സിന്റെ ത്രൂ ഒക്കെ ആ വീഡിയോ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന്റെ അനലറ്റിക്സ് സെക്ഷനിൽ സെപ്പറേറ്റ് ആയിട്ട് ഓർഗാനിക് ഏതാ പെയ്ഡ് ഏതാണെന്ന് ഒരു മെട്രിക് സെക്ഷൻ ഇല്ല. അപ്പൊ യൂട്യൂബ് പുതിയ അപ്ഡേറ്റിലൂടെ ഈ ഒരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഗൂഗിൾ ആഡ്സ് ചെയ്തു വരുന്ന വ്യൂവും അതേപോലെ ഓർഗാനിക് ആയിട്ട് വരുന്ന വ്യൂവും അതിന്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനി അനലറ്റിക്സിൽ അറിയാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ നമുക്ക് ചാറ്റ് സപ്പോർട്ട് ടീം ഉണ്ട്. അവരെ നമുക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ യൂട്യൂബിൽ ഒരു ഹെൽപ്പ് ചാറ്റ് ഓപ്ഷനൂടെ വരാനായിട്ട് പോവുകയാണ്. ഈ ഹെൽപ്പ് ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹെൽപ്പ് ചാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു മറുപടി, അതിനൊരു സൊല്യൂഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ചിലപ്പോൾ ആർട്ടിക്കിൾസിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏയുടെ ത്രൂ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എന്താണോ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഉള്ളത് അത് നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷനുകൾ പോരാ, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാറ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് ടീം മെമ്പറിലേക്ക് നമ്മുടെ ചാറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പൊ ഈ ഒരു പരിപാടി ഒന്നും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. യൂട്യൂബിൽ മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിപ്പം സപ്പോർട്ട് കിട്ടുന്നത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയെന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ യൂട്യൂബിന് അല്ലെങ്കിൽ ഗൂഗിളിന് ആളുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഫേസ്ബുക്കിലൊക്കെ ഇതേപോലെ നമ്മുടെ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലും അതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ യൂട്യൂബ് ആ ഒരു കാര്യത്തിൽ കുറച്ച് ഒരു പടിയല്ല, ഒരു 10 പടി 100 പടി മുമ്പിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.